മൈഫിൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹെൽത്ത് പ്ലസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ ഹെൽത്ത് പ്ലസിൽ ലോകാരോഗ്യ മേഖലയിൽ നിന്നുള്ള എന്തൊക്കെ വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് നോക്കാം. ആദ്യമായി ബെയിൻ ക്യാപിറ്റൽ ബീറ്റ ബയോട്ടിക്സ് ഏറ്റെടുത്ത വാർത്തയുടെ വിശദാംശങ്ങളുമായി ഗ്ലോബൽ ഹെൽത്ത് വാച്ച്. അടുത്തതായി ഔഷധങ്ങളിലെയും രോഗനിർണയത്തിലെയും ആഗോള മുന്നണി പോരാളിയായ റോഷ് എന്ന കമ്പനിയുടെ ജൈത്രയാത്രയുടെ വിശേഷങ്ങളുമായി ഹെൽത്ത് ബ്രാൻഡ് ഓഫ് ദി വീക്ക്. അവസാനമായി ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ പ്രായം ഒരു മാനദണ്ഡമാണോ എന്ന ധാരാളം ആളുകളുടെ ചോദ്യത്തിനുള്ള വിശദമായ വിശദീകരണവുമായി ഇൻഷുറൻസ് ഡെസ്ക്. ബെയിൻ ക്യാപിറ്റൽ ബീറ്റ ബയോട്ടിക്സ് ഏറ്റെടുത്ത വാർത്തയുടെ വിശദാംശങ്ങളുമായി ഗ്ലോബൽ ഹെൽത്ത് ന്യൂസ്. മൈഫിൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹെൽത്ത് പ്ലസിന്റെ ഗ്ലോബൽ ഹെൽത്ത് ന്യൂസിലേക്ക് സ്വാഗതം. ബെയിൻ ക്യാപിറ്റൽ ബീറ്റ ബയോട്ടിക്സ് ഏറ്റെടുത്തു. 850 മുതൽ $900 ബില്യൺ മൂല്യമുള്ള ഇടപാടിൽ ഇന്ത്യയിലെ മേയർ ഓർഗാനിസം ഉൾപ്പെടുന്നുണ്ട്. ആഗോളതലത്തിൽ വിറ്റാമിനുകൾ, മിനറലുകൾ, ആരോഗ്യ സപ്ലിമെൻറ്റുകൾ എന്നിവയുടെ വിപണിയിൽ സാന്നിധ്യം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി UK പ്രമുഖ ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനിയായ ബീറ്റ ബയോട്ടിക്സിനെ പ്രൈവറ്റ് ഇക്വിറ്റി സ്ഥാപനമായ ബെയിൻ ക്യാപിറ്റൽ ഏറ്റെടുക്കുകയാണ്. UK ബിസിനസ് ഇന്ത്യയിലെ മേയർ ഓർഗാനിക്സ് ഉൾപ്പെടുന്ന വിശാലമായ VV ഗ്രൂപ്പ്, ആഫ്രിക്ക, ഈജിപ്ത് എന്നിവിടങ്ങളിലെ പ്രവർത്തനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള മുഴുവൻ സംരംഭവും ഈ കരാറിൻ്റെ പരിധിയിൽ വരും. കരാറിൻ്റെ കൃത്യമായ തുക വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ബീറ്റ ബയോട്ടിക്സിന് 850 മുതൽ $900 ബില്യൺ മൂല്യമാണ് കണക്കാക്കിയിരിക്കുന്നതെന്ന് കമ്പനിയുമായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ബെയിൻ ക്യാപിറ്റൽ ബീറ്റ ബയോട്ടിക്സ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആഗോള മത്സരത്തിൽ മുൻനിരയിൽ എത്തിയതായി ഈ വർഷം ഏപ്രിൽ 21 മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്തിരുന്നു. മറ്റ് രണ്ട് മുൻനിര കമ്പനികളായ TPG, EQT എന്നിവ മത്സര രംഗത്തുനിന്നും പിന്മാറിയിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യൻ വ്യവസായിയായ കർദാർ ലാൻവാനിയാണ് 1971 ബീറ്റ ബയോട്ടിക്സ് സ്ഥാപിച്ചത്. BBC ഡ്രാഗൺസ് ഡെൻ എന്ന പരിപാടിയിലൂടെ പ്രശസ്തനായ അദ്ദേഹത്തിൻ്റെ മകൻ തേജ് ലാൻവാനിയാണ് നിലവിൽ കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി പ്രവർത്തിക്കുന്നത്. പ്രജ്ഞ കെയർ, പെർഫെക്റ്റിൽ, വെൽമാൻ, വെൽവുമൺ, ഓസ്റ്റിയോ കെയർ, അൾട്രാ റേഞ്ച് തുടങ്ങിയവ കമ്പനിയുടെ പ്രധാന ബ്രാൻഡുകളിൽ ഉൾപ്പെടുന്നു. NRI സ്ഥാപകർ £900 ബില്യൺ മൂല്യമാണ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും മത്സര രംഗത്തെ താൽപ്പര്യക്കുറവ് അന്തിമ വിലയെ ബാധിച്ചേക്കുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മാധ്യമങ്ങൾ കഴിഞ്ഞ ഡിസംബറിൽ ആദ്യം റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഈക്വിറ്റി പാർട്ട്നേഴ്സ്, TPG ക്യാപിറ്റൽ എന്നിവരടങ്ങുന്ന PE നിക്ഷേപകരും ഇന്ത്യൻ ഫാർമ കമ്പനിയായ ലുപ്പിൻ ലിമിറ്റഡും ബീറ്റ ബയോട്ടിക്സ് ഏറ്റെടുക്കാൻ ചർച്ചകൾ നടത്തിയിരുന്നു. കൂടാതെ മാൻകൈൻ ഫാർമ, സൈഡസ് വെൽനസ് തുടങ്ങിയ മറ്റു ചില ഇന്ത്യൻ ഫാർമ കമ്പനികളും ഈ കമ്പനി ഏറ്റെടുക്കാൻ പരിശോധന നടത്തിയിരുന്നെങ്കിലും ഉയർന്ന വില കാരണം പിന്നീട് പിന്മാറുകയായിരുന്നു. ബീറ്റ ബയോട്ടിക്സ് UK നിന്നും 70-ലധികം രാജ്യങ്ങളിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അന്താരാഷ്ട്ര വ്യാപാരത്തിന് പുറമെ ഇന്ത്യ, ചൈന, ഈജിപ്ത്, പശ്ചിമാഫ്രിക്ക തുടങ്ങിയ പ്രധാന ആഗോള വിപണികളിലും കമ്പനിക്ക് പ്രവർത്തനങ്ങളുമുണ്ട്. എങ്കിലും ബീറ്റ ബയോട്ടിക്സിൻ്റെ ബ്രാൻഡ്, ഇന്നൊവേഷൻ, കാറ്റഗറി ലീഡർഷിപ്പ് എന്നിവയുടെ കേന്ദ്രമായി UK തുടരുമെന്നും ബെയിൻ ക്യാപിറ്റൽ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. ശാസ്ത്രീയ അടിത്തറയുള്ളതും ആരോഗ്യ വിദഗ്ധരുടെ വിശ്വാസ്യത നേടിയതും UK, ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, ചൈന എന്നിവിടങ്ങളിൽ ശക്തമായ സാന്നിധ്യമുള്ളതുമായ ഒരു ബ്രാൻഡ് പ്ലാറ്റ്ഫോമാണ് ബീറ്റ ബയോട്ടിക്സ് എന്ന് ബെയിൻ ക്യാപിറ്റലിൻ്റെ ഇന്ത്യ മേധാവിയും പങ്കാളിയുമായ പവൻ സിംഗ് പറയുകയും ചെയ്തു. ആരോഗ്യ സംരക്ഷണ ഉപഭോക്തൃ ബിസിനസ്സുകളിൽ ഞങ്ങളുടെ ഇന്ത്യൻ ടീമിന് വലിയ അനുഭവ സമ്പത്തുണ്ട്. ബീറ്റ ബയോട്ടിക്സിൻ്റെ വളർച്ചയുടെ അടുത്ത ഘട്ടത്തെ പിന്തുണയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കരാർ പൂർത്തിയായ ഉടൻ തന്നെ ബീറ്റ ബയോട്ടിക്സിൻ്റെ പ്രവർത്തനങ്ങളിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്തില്ലെന്നും ഉപഭോക്താക്കൾക്കും പങ്കാളികൾക്കും മികച്ച സേവനം നൽകുന്നതിൽ കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ബെയിൻ ക്യാപിറ്റൽ വ്യക്തമാക്കി. ഡിജിറ്റൽ ശേഷി, ഇ-കൊമേഴ്സ്, അന്താരാഷ്ട്ര വിതരണം, വിതരണ ശൃംഖല, പുതിയ ഉൽപ്പന്നങ്ങളുടെ വികസനം എന്നീ മേഖലകളിൽ നിക്ഷേപം തുടരുമെന്നും കമ്പനിയുടെ പ്രസ്താവനയിൽ പറയുന്നു. ഇന്നത്തെ ഗ്ലോബൽ ഹെൽത്ത് ന്യൂസ് ഇവിടെ അവസാനിക്കുകയാണ്. ആരോഗ്യരംഗത്തെ പുത്തൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഹെൽത്ത് പ്ലസിൻ്റെ ഗ്ലോബൽ ഹെൽത്ത് ന്യൂസിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.
ഔഷധങ്ങളിലെയും രോഗനിർണയത്തിലെയും ആഗോള മുന്നണി പോരാളിയായ റോഷ് എന്ന കമ്പനിയുടെ ജൈത്രയാത്രയുടെ വിശേഷങ്ങളുമായി ഹെൽത്ത് ബ്രാൻഡ് ഓഫ് ദി വീക്ക്. ക്യാൻസർ പോലുള്ള രോഗങ്ങൾ അവയുടെ ഗുരുതരാവസ്ഥയിൽ എത്തിയ ശേഷം മാത്രം തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്ന ഒരു കാലത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ആധുനിക രോഗനിർണയ പരിശോധനകളും നിർദ്ദിഷ്ട ചികിത്സകളും വ്യക്തിഗത പരിചരണ രീതികളും നിലവിൽ വരുന്നതിന് മുൻപുള്ളൊരു കാലം. ഇന്ന് ആ യാഥാർത്ഥ്യത്തെ മാറ്റിമറിക്കുന്നതിൽ ഒരു കമ്പനി നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ജീവൻ രക്ഷാ മരുന്നുകൾ വികസിപ്പിക്കുന്നത് മുതൽ ലോകമെമ്പാടുമുള്ള ആശുപത്രികളിൽ ഉപയോഗിക്കുന്ന രോഗനിർണയ സാങ്കേതിക വിദ്യകൾ നിർമ്മിക്കുന്നത് വരെ റോഷ് ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ആരോഗ്യ സംരക്ഷണ കമ്പനികളിലൊന്നായി മാറിയിരിക്കുന്നു. ഈ എപ്പിസോഡിൽ റോഷ് എങ്ങനെ ആരംഭിച്ചു, അത് എങ്ങനെ ഒരു ആഗോള ബ്രാൻഡായി മാറി, കമ്പനി അവതരിപ്പിച്ച വിപ്ലവാത്മക കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്, ഒപ്പം നേരിട്ട വെല്ലുവിളികൾ, ഭാവി പദ്ധതികൾ എന്നിവ വിശദമായി തന്നെ നമ്മൾ പരിശോധിക്കും. മൈഫിൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹെൽത്ത് പ്ലസിന്റെ ഹെൽത്ത് ബ്രാൻഡ് ഓഫ് ദി വീക്കിലേക്ക് സ്വാഗതം. സ്വിറ്റ്സർലൻഡിലെ ബേസലിൽ ഫ്രിറ്റ്സ് ഹോസ്മാൻ ലാറോഷ് എന്ന സംരംഭകനാണ് റോഷ് സ്ഥാപിച്ചത്. ചെറിയ ഫാർമസികളിൽ ഗുണനിലവാരത്തിൽ വ്യതിയാനങ്ങളോടെ മരുന്നുകൾ ഉൽപ്പാദിപ്പിച്ചിരുന്നൊരു കാലത്ത് ഹോസ്മാൻ വ്യത്യസ്തമായ ഒന്ന് സ്വപ്നം കണ്ടു. ലോകമെമ്പാടുമുള്ള ഡോക്ടർമാർക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഏകീകൃത ഗുണനിലവാരമുള്ള മരുന്നുകൾ വൻതോതിൽ നിർമ്മിക്കുക. ഈ ആശയം തികച്ചും വിപ്ലവകരമായിരുന്നു. പ്രാദേശികമായി ചെറിയ അളവിൽ മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരം ശാസ്ത്രീയ ഗവേഷണം, ഗുണനിലവാരമുള്ള ഉൽപ്പാദനം, അന്താരാഷ്ട്ര വിതരണം എന്നിവയിലാണ് റോഷ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഏതാനും പതിറ്റാണ്ടുകൾക്കുള്ളിൽ റോഷ് യൂറോപ്പിലുടനീളം അന്താരാഷ്ട്ര വിപണികളിലേക്കും വളർന്നു. നൂറ്റാണ്ടിലേറെയായി റോഷ് ഒരു ഔഷധ നിർമ്മാതാവിൽ നിന്ന് 100-ലധികം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു ആഗോള ആരോഗ്യ സംരക്ഷണ കമ്പനിയായി മാറി. ഇന്ന് ശാസ്ത്രജ്ഞർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, സോഫ്റ്റ്വെയർ ഡെവലപ്പർമാർ, ഉൽപാദന വിദഗ്ധർ എന്നിവരുൾപ്പെടെ 10,000-കണക്കിന് ആളുകൾ ലോകമെമ്പാടുമായി റോഷിൽ ജോലി ചെയ്യുന്നു. കമ്പനി പ്രധാനമായും 2 മേഖലകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഒന്ന്, ഫാർമസ്യൂട്ടിക്കൽസ്, മാരകമായ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ വികസിപ്പിക്കുക. 2, ഡയഗ്നോസ്റ്റിക്സ്, ഡോക്ടർമാർക്ക് രോഗങ്ങൾ കൃത്യമായും നേരത്തെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന ടെസ്റ്റുകളും സാങ്കേതിക വിദ്യകളും തയ്യാറാക്കുക. ഈ സംയോജനം രോഗനിർണയം മുതൽ ചികിത്സ വരെ ആരോഗ്യ സംരക്ഷണ സേവനദാതാക്കളെ സഹായിക്കാൻ റോഷിനെ പ്രാപ്തമാക്കുന്നു. മിക്ക ഹെൽത്ത് കെയർ കമ്പനികളും മരുന്നുകളിലോ അല്ലെങ്കിൽ രോഗനിർണയ പരിശോധനകളിലോ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്നാൽ റോഷ് വ്യത്യസ്തമാണ്. കാരണം അത് ഈ 2 മേഖലകളിലും ഒരുപോലെ മുന്നിൽ നിൽക്കുന്നു. ഡയഗ്നോസ്റ്റിക്സ്, രോഗിക്ക് എന്താണ് രോഗമെന്നും ഏത് ചികിത്സയ്ക്കാണ് രോഗിയിൽ കൂടുതൽ ഫലം ലഭിക്കുകയെന്നും നിർണ്ണയിക്കുന്നു. ഫാർമസ്യൂട്ടിക്കൽസ്, ആ രോഗങ്ങളെ ചികിത്സിക്കാനുള്ള മരുന്നുകൾ നൽകുന്നു. ഈ സംയോജിത സമീപനം റോഷിനെ പേഴ്സണലൈസ്ഡ് മെഡിസിൻ രംഗത്തെ ഒരു മുന്നണി പോരാളിയാക്കി മാറ്റി. ഇവിടെ ചികിത്സാ തീരുമാനങ്ങൾ രോഗിയുടെ ശരീരപ്രകൃതിയെയും ജനിതക ഘടനയെയും അടിസ്ഥാനമാക്കിയാണ് എടുക്കുന്നത്. എല്ലാവർക്കും ഒരേ ചികിത്സ എന്ന പരമ്പരാഗത രീതിക്ക് പകരം ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കാൻ സാധ്യതയുള്ള രോഗികൾക്ക് അനുയോജ്യമായ ചികിത്സ നൽകുകയാണ് ഈ രീതി ലക്ഷ്യമിടുന്നത്. വർഷങ്ങളായി പ്രധാനപ്പെട്ട നിരവധി മെഡിക്കൽ പുരോഗതികൾക്ക് റോഷ് സംഭാവന നൽകിയിട്ടുണ്ട്. ക്യാൻസർ, റോഷിന്റെ ഏറ്റവും വലിയ ഗവേഷണ മേഖലകളിൽ ഒന്നാണ് ക്യാൻസർ. സ്തനാർബുദം, ശ്വാസകോശാർബുദം, രക്താർബുദം, വൻകുടൽ അർബുദം തുടങ്ങിയവയ്ക്കുള്ള ചികിത്സകൾ കമ്പനി വികസിപ്പിച്ചിട്ടുണ്ട്. സാധാരണ കോശങ്ങളെയും ബാധിക്കുന്ന പരമ്പരാഗത രീതികൾക്ക് പകരം രോഗത്തിന് കാരണമാകുന്ന നിർദ്ദിഷ്ട ബയോളജിക്കൽ കോശങ്ങളെ മാത്രം ലക്ഷ്യമിട്ടാണ് ഈ മരുന്നുകളിൽ പലതും തയ്യാറാക്കിയിരിക്കുന്നത്. ന്യൂറോളജി, നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന രോഗങ്ങളിലും റോഷ് വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്, സ്പൈനൽ മസ്കുലാർ അട്രോഫി തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ചികിത്സകൾ ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ അൽസൈമേഴ്സ്, പാർക്കിൻസൺസ് രോഗങ്ങളെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ തുടരുന്നു. പകർച്ചവ്യാധികൾ, HIV, ഹെപ്പറ്റൈറ്റിസ്, ഇൻഫ്ലുവൻസ, COVID-19 എന്നിവയുൾപ്പെടെയുള്ള രോഗങ്ങൾക്കുള്ള ചികിത്സകൾക്കും ഡയഗ്നോസ്റ്റിക് സാങ്കേതിക വിദ്യകൾക്കും റോഷ് സംഭാവന നൽകിയിട്ടുണ്ട്.
COVID-19 പാൻഡമിക് സമയത്ത് വൈറസ് ബാധ കണ്ടെത്താനും അവയുടെ വ്യാപനം നിരീക്ഷിക്കാനും രോഗനിർണയ പരിശോധനകളുടെ ഉൽപാദനം റോഷ് വൻതോതിൽ വർദ്ധിപ്പിച്ചു. അപൂർവ രോഗങ്ങൾ. വളരെ കുറഞ്ഞ ആളുകളെ മാത്രം ബാധിക്കുന്ന അപൂർവ രോഗങ്ങൾക്കുള്ള മരുന്ന് വികസനം ഏറെ വെല്ലുവിളി നിറഞ്ഞതാണ്. അപൂർവമായ ചില ജനിതക ന്യൂറോളജിക്കൽ രോഗങ്ങൾക്കുള്ള ചികിത്സകളിൽ റോഷ് നിക്ഷേപം നടത്തുകയും മറ്റ് മാർഗങ്ങളില്ലായിരുന്നിടത്ത് പുതിയ പ്രതീക്ഷകൾ നൽകുകയും ചെയ്തു. മരുന്നുകളുടെ പേരിലാണ് പലരും റോഷിനെ തിരിച്ചറിയുന്നതെങ്കിലും അറിയാതെ തന്നെ ദശലക്ഷക്കണക്കിന് ആളുകൾ ദിവസവും റോഷ് ഉൽപ്പന്നങ്ങളുമായി ഇടപഴകുന്നുണ്ട്. രക്തസാമ്പിളുകൾ പരിശോധിക്കുന്നതിനും അണുബാധകൾ തിരിച്ചറിയുന്നതിനും വിട്ടുമാറാത്ത രോഗങ്ങൾ നിരീക്ഷിക്കുന്നതിനും ചികിത്സാ തീരുമാനങ്ങളെ പിന്തുണയ്ക്കുന്നതിനും ലോകമെമ്പാടുമുള്ള ആശുപത്രികളും ലബോറട്ടറികളും ദിവസവും റോഷ് ഡയഗ്നോസ്റ്റിക് സിസ്റ്റങ്ങൾ ഉപയോഗിക്കുന്നു. ഈ സാങ്കേതിക വിദ്യകൾക്ക് ദിവസവും ആയിരക്കണക്കിന് ലാബ് പരിശോധനകൾ നടത്താനും ഡോക്ടർമാർക്ക് കൃത്യവും സമയബന്ധിതവുമായ വിവരങ്ങൾ നൽകാനും കഴിയും. ഫലപ്രദമായ ചികിത്സ കൃത്യമായ രോഗനിർണയത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്നതിനാൽ ആധുനിക ആരോഗ്യ സംരക്ഷണത്തിൽ ഡയഗ്നോസ്റ്റിക് സിസ്റ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. നവീകരണമാണ് റോഷ് എന്ന കമ്പനിയുടെ കാതൽ. ഗവേഷണത്തിനും വികസനത്തിനുമായി പ്രതിവർഷം കോടിക്കണക്കിന് ഡോളറാണ് നിക്ഷേപിക്കുന്നത്. അതിൻ്റെ ശാസ്ത്രജ്ഞർ ക്യാൻസർ ബയോളജി, ഇമ്മ്യൂണോളജി, ന്യൂറോ സയൻസ്, ജനിതക ശാസ്ത്രം, ഡാറ്റ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ ഹെൽത്ത് കെയർ എന്നീ മേഖലകളിൽ ഗവേഷണം നടത്തുന്നു. ഒരു മരുന്ന് വികസിപ്പിച്ചെടുക്കുക എന്നത് ദീർഘമേറിയ പ്രക്രിയയാണ്. പരീക്ഷണശാലയിലെ കണ്ടെത്തലുകൾ മുതൽ ക്ലിനിക്കൽ ട്രയലുകൾ, ഭരണകൂടങ്ങളുടെ അനുമതികൾ, നിർമ്മാണം എന്നിവ വരെ ഒരു പുതിയ മരുന്ന് പുറത്തിറക്കാൻ വർഷങ്ങളെടുക്കും. പരീക്ഷിക്കപ്പെടുന്ന സംയുക്തങ്ങളിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് ഒടുവിൽ അംഗീകൃത മരുന്നുകളായി മാറുന്നത്. മറ്റ് വൻകിട ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളെ പോലെ റോഷും വിമർശനങ്ങളും കടുത്ത ചോദ്യങ്ങളും നേരിട്ടിട്ടുണ്ട്. കണ്ടുപിടിക്കപ്പെടുന്ന ചില പുതിയ മരുന്നുകളുടെ അമിത വിലയെക്കുറിച്ച് ചില രോഗികളും ആരോഗ്യ സംഘടനകളും ആശങ്ക ഉന്നയിച്ചിട്ടുണ്ട്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന രാജ്യങ്ങളിൽ ഇത്തരം ചികിത്സകളുടെ ലഭ്യത, പേറ്റന്റ് അവകാശങ്ങൾ, നവീകരണം എന്നിവയെ ചൊല്ലി വൻ വികസന ചർച്ചകൾ നടക്കുന്നുണ്ട്. ആധുനിക മരുന്നുകൾ വികസിപ്പിക്കുന്നതിന് വലിയ തോതിലുള്ള ഗവേഷണ നിക്ഷേപം ആവശ്യമാണെന്ന് കമ്പനിയെ അനുകൂലിക്കുന്നവർ വാദിക്കുമ്പോൾ ഈ ചികിത്സകൾ കൂടുതൽ രോഗികൾക്ക് താങ്ങാനാവുന്ന വിലയിൽ ലഭ്യമാക്കണമെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ആരോഗ്യ സംരക്ഷണം ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ജീനോമിക്സ്, ഡിജിറ്റൽ ഡയഗ്നോസ്റ്റിക്സ്, പ്രസിഷൻ മെഡിസിൻ എന്നിവ രോഗങ്ങൾ കണ്ടെത്തുന്നതിലും ചികിത്സിക്കുന്നതിലും മാറ്റങ്ങൾ വരുത്തുന്നു. മെച്ചപ്പെട്ട രോഗി പരിചരണവും രോഗങ്ങൾ നേരത്തെ കണ്ടെത്തലും ലക്ഷ്യമിട്ട് റോഷ് ഈ സാങ്കേതിക വിദ്യകളിൽ വലിയ രീതിയിൽ നിക്ഷേപം നടത്തുന്നു. കൂടുതൽ കൃത്യമായുള്ള ക്യാൻസർ ചികിത്സകൾ, അഡ്വാൻസ്ഡ് ഡയഗ്നോസ്റ്റിക് വഴിയുള്ള രോഗനിർണയം, ഡിജിറ്റൽ ടൂളുകളുടെ കൂടുതൽ ഉപയോഗം എന്നിവ ഭാവിയിലെ പ്രധാന മാറ്റങ്ങളാകാം. സ്വിറ്റ്സർലാൻഡിലെ ഒരു ചെറിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ നിന്ന് ലോകത്തിലെ തന്നെ മുൻനിര ആരോഗ്യ സ്ഥാപനങ്ങളിലൊന്നായി റോഷ് വളർന്നു. ഔഷധങ്ങൾക്കും രോഗനിർണയ ഉപകരണങ്ങൾക്കും കമ്പനി നൽകിയ സംഭാവനകൾ ക്യാൻസർ, പകർച്ചവ്യാധികൾ, നാഡീവ്യൂഹ സംബന്ധമായ രോഗങ്ങൾ എന്നിവയുടെ ചികിത്സയെ കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട്. ശാസ്ത്രം പുരോഗമിക്കുമ്പോൾ ഗവേഷണത്തിലൂടെയും സാങ്കേതിക വിദ്യയിലൂടെയും ആരോഗ്യരംഗത്തെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ റോഷ് ഇപ്പോഴും പ്രധാന പങ്കുവഹിക്കുന്നു. ഇന്നത്തെ ഹെൽത്ത് ബ്രാൻഡ് ഓഫ് ദി വീക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ലോകമെമ്പാടുമുള്ള ആരോഗ്യ മേഖലയെ മാറ്റിമറിക്കുന്ന മുൻനിര കമ്പനികളെയും സാങ്കേതിക വിദ്യകളെയും കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും കാണാം. ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ പ്രായം ഒരു മാനദണ്ഡമാണോ എന്ന ധാരാളം ആളുകളുടെ ചോദ്യത്തിനുള്ള വിശദമായ വിശദീകരണവുമായി ഇൻഷുറൻസ് ഡെസ്ക്. ഇപ്പോഴും ഇൻഷുറൻസ് ഒരു പാഴ്ചെലവാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേര് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ടുണ്ടാവാം. അവർക്ക് കൊടുക്കാവുന്ന ഉപദേശം എന്താണ്? ആക്ച്വലി ഇൻഷുറൻസ് പാഴ്ചെലവാണെന്ന് ചിന്തിക്കാൻ കാരണമായ കുറേ കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ അവർക്ക് ഒരു പാസ്റ്റ് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടാവാം, അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു നോളജ് കുറവായിരിക്കാം, എന്തെങ്കിലും റീസണ്. പിന്നെ ചില ആളുകളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ പറയുന്നത് പറഞ്ഞാൽ എനിക്ക് എന്തിനാ ഇൻഷുറൻസ്, ഇപ്പോൾ ഹെൽത്തിൻ്റെ ഒക്കെ ആണെങ്കിൽ എനിക്ക് എന്താ ഹെൽത്ത് ഇൻഷുറൻസ്, എനിക്ക് പൈസ ഉണ്ടല്ലോ, എനിക്ക് എന്തിനാ ലൈഫ് ഇൻഷുറൻസ്, ഞാൻ മരിച്ചാൽ എനിക്ക് ഇത്ര സ്വത്തുണ്ടല്ലോ, എൻ്റെ കുട്ടികൾ പഠിപ്പിക്കുന്നുണ്ട്, കുട്ടികൾ പുറത്താണല്ലോ, അവരെൻ്റെ കാര്യങ്ങൾ നോക്കിക്കോളും, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ
ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ പുറത്ത് കുട്ടികളുള്ള ആളുകൾ അവരാണ് സെറ്റിൽഡ് ആയിട്ടെന്ന് പറയുന്ന ആളുകളെന്ന് നമുക്ക് വിചാരിക്കാം. അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ ഇവർക്ക് ഇപ്പോൾ പേരൻസ് ആയിരിക്കും കൂടുതൽ. അവർ അഡ്മിറ്റ് ആകുമ്പോൾ അവർക്ക് കാര്യങ്ങൾ വരുമ്പോൾ നടക്കാനോ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും ആരും ഉണ്ടാവില്ല. പക്ഷേ ഒരു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്കിയേ, ശരിക്കും ഒരു മകൻ നിന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇൻഷുറൻസ് അവിടെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഡെസ്കിൽ ചെന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ നമ്മൾ അഡ്മിറ്റ് ആവുന്ന ടൈമിൽ ഇൻഷുറൻസിന് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഒന്നും അറിയണ്ട, ഫുള്ളി ക്യാഷ്ലെസ് ആണെങ്കിൽ നേരെ അവിടെ നിന്ന് ഇറങ്ങി വരാം. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഇനിയിപ്പോൾ വേറെ ചില ആളുകൾ പറയും എനിക്ക് പൈസ തരാനൊക്കെ ആളുണ്ടെന്ന് പറയും. അങ്ങനെയുള്ള ആളുകളോട് ചോദിക്കുമ്പോൾ അവരുടെ കാര്യം ആലോചിക്കും. ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും, നമുക്ക് എന്തെങ്കിലും ഒരു സർജറി വേണമെന്ന് ഡോക്ടർ പറയുകയാണ്, അപ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് വേണം. അപ്പോൾ നമുക്ക് ഈ എമൗണ്ട് തരാൻ ബില്ലിംഗ് ആയിട്ടുള്ള ഒരു 5 പേരുടെ പേര് നിങ്ങൾ എഴുതാമോ? അപ്പോൾ ജസ്റ്റ് അവർ അങ്ങനെ ഭയങ്കര കോൺഫിഡൻസോടുകൂടി തന്നെ അവർ 5 പേരുടെ പേര് എഴുതുകയൊക്കെ ചെയ്യും. അപ്പോൾ പക്ഷേ ആ സമയത്ത് അവർക്ക് തരാൻ പറ്റുന്നുണ്ടോ ഉറപ്പ്? മനുഷ്യരുടെ കാര്യമാണ്, അവർക്ക് എന്തെങ്കിലും വേറെ എമർജൻസി ഉണ്ടാവും, വേറെ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടാവാം. അപ്പോൾ ആ സമയത്ത് തന്നില്ലെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ പേടിക്കാനുള്ളത്? ചെറിയ എമൗണ്ടാണ്. ഇവരെ സംബന്ധിച്ചോളം ഇത്രയും വെൽ സെറ്റിൽഡ് ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് തുച്ഛമായ എമൗണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു 10 lakhs ഇൻഷുറൻസ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നിസ്സാരം പൈസയാണ്. ഡെയിലി ഒരു 50 rupees പോലും വരുന്നില്ല ഇൻഷുറൻസിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ. പിന്നെ ഉള്ള കേസ് പറഞ്ഞപ്പോൾ എന്തെങ്കിലും നമുക്ക് ഡെത്ത് വരില്ല എന്ന് പറയാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും ഒരു 100 വയസ്സിൽ നമ്മൾ എന്തെങ്കിലും ദൈവം വിളിക്കും. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഡിപ്പെൻഡൻസിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. അവർക്ക് എന്തെങ്കിലും ഒരു ആബ്സെൻസിൽ ഒരു പൈസ കിട്ടുന്ന വലിയ സഹായമാണ്. ഈ വലിയ സ്വത്ത് ഉണ്ടായാലും നമുക്കത് ലിക്വിഡ് ക്യാഷാക്കി മാറ്റുക എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഗോൾഡ് ആണെങ്കിൽ ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ലിക്വിഡ് ക്യാഷാക്കി മാറ്റുക എന്നുള്ളത് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകൾ. പെർമനന്റ് അസറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ പിന്നെ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ ഇൻഫ്ലേഷനാണ്. മെഡിക്കൽ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നേരത്തെ എൻ്റെ ഗ്രാൻഡ് പേരൻസിന് ഈ നമ്മുടെ തിമിരത്തിൻ്റെ സർജറി വന്നപ്പോൾ 300 rupees എന്തോ പറഞ്ഞു കണ്ണിന്. ഇപ്പോൾ നിലവിൽ റീസെൻ്റ്ലി എൻ്റെ ഒരു കസ്റ്റമറുടെ അമ്മയ്ക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തത് 60,000 rupees ആണ്. 60,000 rupees ആണ്. 60,000 രൂപയ്ക്കാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം. അപ്പോൾ ഒരു 10 years അല്ലെങ്കിൽ 20 yearsനുള്ളിൽ ഇത്രയും ഇൻഫ്ലേഷനാണ് വന്നേക്കുന്നത്. അപ്പോൾ ഒരു നെക്സ്റ്റ് 50 അല്ല 5 to 6 years എത്ര വരും? അപ്പോൾ അത്രയും പൈസ എമൗണ്ട്. അപ്പോൾ അതിനൊരു പ്രൊട്ടക്ഷൻ പോലെ ഇൻഷുറൻസ് കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് എന്തുകൊണ്ട് ബെനിഫിറ്റാണ്. ഇൻഷുറൻസ് വേണ്ടെന്ന് പറയുന്ന ആളുകൾക്ക് മറ്റൊരു അഡ്വൈസ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ അവർ ഒരു നല്ലൊരു കാർ നമ്മൾ മേടിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ എല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയാണ്. അതിൻ്റെ ഒരു ബോഡി, അതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി എല്ലാം നമ്മൾ ശ്രദ്ധിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല എമൗണ്ട് ആവും അതിനകത്ത്. അപ്പോൾ അത്ര എമൗണ്ട് ഉള്ളൊരു വണ്ടി മേടിക്കുന്ന ഒരാൾ അതിന് ഇൻഷുറൻസ് മസ്റ്റായിട്ട് എടുക്കുന്നുണ്ട്. ആ വണ്ടി ഓടിക്കുന്ന വ്യക്തിക്ക് ഒരു ഇൻഷുറൻസ് വേണ്ടേ? അവൻ എന്ത് ചെയ്യുക, ആ വണ്ടിക്ക് സംഭവിച്ചു, വണ്ടിയൊക്കെ നമ്മൾ ക്ലെയിം ചെയ്ത് നമ്മൾ റെഡിയാക്കി, ആ ഓടിക്കുന്ന ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് പറ്റും? ആര് പൈസ തരും? അപ്പോൾ നമ്മളത് പിന്നെ ഇപ്പോൾ ഈ കുറച്ചും കൂടി നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 വർഷം മുമ്പാണെങ്കിൽ മൊബൈലൊന്നും ഇല്ല, അന്ന് മൊബൈലൊന്നും യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ മൊബൈൽ ഓരോ മേടിക്കാൻ വേണ്ടി ഒരു 20,000 മിനിമം നമ്മൾ പക്ഷെ അത്രയും പൈസ പോലും ഇൻഷുറൻസിനില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇൻഷുറൻസ് ഒരു ഇതല്ല, അവർക്ക് അതൊരു നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രൊട്ടക്ഷനാണ്. നമ്മുടെ ഒരു എന്താണ് ഒരു കൂട്ടുകാരൻ, നമുക്കിപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ പൈസ തരുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ഒരു വ്യക്തി, അങ്ങനെ ഒരു ഇതായിട്ട് കരുതിയാൽ മാത്രം മതി. അതിൻ്റെ ഒരു എനിമിയായിട്ട് കാണുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഒപ്പോസ് ചെയ്യുന്ന ഒരു പ്രവണത വരുന്നത്. ഇനിയിപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മസ്റ്റായിട്ടും പറയണം. ഇപ്പോൾ ഏജൻറ്റ് ത്രൂ ആണ് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മസ്റ്റായിട്ടും കമ്പനീനെ ബോധിപ്പിക്കണം. എനിക്ക് ഇന്ന കാര്യം പറഞ്ഞു തരാത്തതുകൊണ്ടാണ് ഇഷ്യൂ ഉണ്ടായത് എന്നുള്ള കാര്യം കമ്പനിയെ ബോധിപ്പിച്ചുകൊണ്ട് അങ്ങനെയും പറയാം. മറ്റു ഓപ്ഷൻസ് ഉണ്ട്, ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മറ്റു പോളിസികളുണ്ടല്ലോ, അത് ഇട്ടെടുക്കാമല്ലോ നമുക്ക്. ഒരു കാര്യം കൂടി ചോദിക്കാൻ ഉള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ലൈഫ് ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞു, പലപ്പോഴും ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ ചെറുപ്പക്കാരൊരു വിമുഖത കാണിക്കാറുണ്ട്. അവർ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്കൊരു 30-31 വയസ്സായി, ഞാൻ ആലോചിക്കുകയാണ് ലൈഫ് ഇൻഷുറൻസ് അവർ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോരെ, ഒരു 40 കഴിഞ്ഞിട്ട് അതിലൊരു 50 ആകുമ്പോൾ പോരെ. അങ്ങനെ ചിന്തിക്കുന്നത് ശരിക്കും ഫിനാൻഷ്യലി നല്ലൊരു തീരുമാനമാണോ? എന്താണ് അതിനെപ്പറ്റി പറയാം? ലൈഫ് ഇൻഷുറൻസ് ഇപ്പോൾ കൂടുതലും അത് ഡെത്താണല്ലോ, ഡെത്തുമായി ബന്ധപ്പെട്ട ഇതായതുകൊണ്ട് ആക്ച്വലി നമുക്ക് പോളിസി എടുക്കാൻ ഒരു ഏജ് ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ 50 years ഇപ്പോൾ ആയ ആളുകൾ എന്തെങ്കിലും റിസ്ക് കൂടുതലുള്ള ആളുകളാണ്. അപ്പോൾ കിട്ടാനുള്ള പ്ലാനുകൾ അത്രയും കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ള വൺ ടൈം സിംഗിൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകൾ കിട്ടുക, അത് ബാങ്കിൽ FD ഇടുന്ന പോലെ തന്നെ. അപ്പോൾ നമ്മുടെ FDക്ക് തത്തുല്യമായ എമൗണ്ടിൽ മാത്രമേ ഇൻഷുറൻസ് നമുക്ക് കിട്ടുന്നുള്ളൂ. പക്ഷെ നമ്മൾ ചെറുപ്പത്തിൽ എടുക്കുമ്പോൾ നമുക്ക് കുഞ്ഞ് എമൗണ്ടിൽ നമുക്കൊരു വലിയ ഹ്യൂജ് കവറേജ് നമുക്ക് കിട്ടുന്നത്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ലൈഫ് ലോങ് വേണമെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാം. പക്ഷേ ആ എമൗണ്ട് തന്നെ നമ്മൾ അടച്ച് പ്രീമിയം കൺസിസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ ലൈഫിലേക്ക് പറയുകയാണെങ്കിൽ കൺസിസ്റ്റൻ്റ് പ്രീമിയം ആയിരിക്കും, റെഗുലർ പ്രീമിയം ആയിരിക്കും, ഒരിക്കലും ചേഞ്ചസ് വരില്ല. ഹെൽത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏജ് വൈസ് കുറച്ചുകൂടി സ്ലാബിൽ വ്യത്യാസം വരുമ്പോൾ റിസ്ക് കൂടുന്നതനുസരിച്ച് പ്രീമിയത്തിൽ ചെറിയ ഡിഫറൻസ് വന്നുകൊണ്ടിരിക്കും. ഹെൽത്തിലാണെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് മാറിക്കൊണ്ടിരിക്കും. ലൈഫ് ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ റെഗുലർ പ്രീമിയം ആയിരിക്കും. അത് വൺസ് നമ്മുടെ സൈൻ ചെയ്യുകയാണ്, ഒരു എഗ്രിമെൻ്റ് ആണ്, ആ എഗ്രിമെൻ്റ് ഒരിക്കലും ബ്രേക്ക് ആവില്ല. അപ്പോൾ 50 വയസ്സ് കഴിഞ്ഞിട്ട് പോളിസി എടുക്കുന്ന വ്യക്തിക്ക് ആ സമയത്ത് പോളിസി കിട്ടുമോ എന്നുള്ളതാണ് സംഭവം. അപ്പോൾ അവന് അതിനുള്ള എലിജിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും കിട്ടുമ്പോൾ നമ്മുടെ ഹെൽത്തിലൊക്കെ ആണെങ്കിൽ ചില പ്ലാനുകളൊക്കെ 75 വയസ്സ് വരെയൊക്കെ എടുക്കാം.
അപ്പോൾ അന്നേരം നമുക്ക് പേടി ഉണ്ടാവും. ഇപ്പോൾ ആ സമയത്ത് നമുക്ക് ഇപ്പോൾ ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ വരുന്ന സമയമാണല്ലോ. എല്ലാവർക്കും അസുഖങ്ങളില്ലാത്ത ഇപ്പോൾ നമ്മുടെ ഒരു 35 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് തൈറോയിഡ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ചെല്ലുന്ന ഒരാൾക്ക് പിന്നെ പീഡിയുടെ ഒരു ഇത് പിന്നെ എക്സ്ക്ലൂഷൻസ് പല പല സർജറീസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിസി കിട്ടാനൊക്കെ ബുദ്ധിമുട്ട് വരും. പിന്നെ പീഡിയുടെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനകത്ത് എക്സ്ക്ലൂഷൻസ് കാര്യങ്ങളൊക്കെ ആപ്ലിക്കബിളായിരിക്കും. പിന്നെ നമുക്ക് ഏജ് കൂടുന്തോറും നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ കുറവ് വരും. പിന്നെ 50 വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ 60 വയസ്സ് കഴിയുമ്പോൾ എടുക്കുന്ന ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ കോ പേയ്മെൻറ്റ് വരും. ഇപ്പോൾ ചെറിയ പ്രായത്തിൽ എടുക്കുന്ന ഒരു വ്യക്തിക്കെന്നുണ്ടെങ്കിൽ ചെറിയ എമൗണ്ട് കൊടുത്ത് ഫുൾ കവറേജ് തന്നെ ഫുള്ളി ക്യാഷ്ലെസ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു 50 അല്ലെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തി എടുക്കുമ്പോൾ ചില പ്ലാനുകളിൽ നല്ലൊരു പ്ലാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോ പേയ്മെൻറ്റ് വരും. അപ്പോൾ 1 ലക്ഷം രൂപയുടെ ഒരു കവറേജ് വരുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വന്നാലും കസ്റ്റമർ ഒരു 10,000 10 to 15% നമുക്ക് എന്തൊക്കെയാലും അഡീഷണൽ കോ പേയ്മെൻറ്റ് നമ്മുടെ കസ്റ്റമർ ബെയർ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ഓപ്ഷൻസും അങ്ങനെയുള്ള പ്രശ്നങ്ങളും അതിനകത്തുണ്ട്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ എത്രയും നേരത്തെ എടുക്കുന്നത് അത്രയും നല്ലതാണ്. ലൈഫ് ഇൻഷുറൻസ് മീൻസ് നമ്മൾ ഏണിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നത് നല്ലത്. കാരണം നമ്മൾ എടുക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ഏണിങ് കിട്ടുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഫാമിലിക്കൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാവില്ല. അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന എൻഷുർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ലൈഫ് ഇൻഷുറൻസ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും അത് നേരത്തെ തന്നെ എടുത്ത് മുൻകൂട്ടി അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ നല്ലത്. അപ്പോൾ ചെറിയ എമൗണ്ടിൽ നമുക്കത് ഗ്യാരണ്ടീഡ് ആയിട്ട് തന്നെ നമുക്ക് സന്തോഷത്തോടുകൂടി നമുക്കത് ഫ്രീ ആയിട്ട് തന്നെ ജീവിക്കാൻ പറ്റും. ഒരുപാട് നന്ദി മൈഫ് ഇന്ത്യക്ക് വേണ്ടി ഇത്രയും താങ്കളുടെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചിലവഴിച്ചതിന്. താങ്ക് യു. ഇന്നത്തെ ഹെൽത്ത് പ്ലസിൻ്റെ എപ്പിസോഡ് ഏവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ആരോഗ്യരംഗത്തെ പുതിയ വാർത്തകളും വിശേഷങ്ങളും അടങ്ങുന്ന ഹെൽത്ത് പ്ലസിൻ്റെ മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.